ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. പിന്നെ ചിലവരൊക്കെ തമാശയായിട്ട് പറയുമല്ലേ, പണ്ടൊക്കെ കേട്ടിട്ടുണ്ടാവായിരിക്കാം, എന്താണ്, മകൻ ചത്താലും വേണ്ടൂല, മരുമകളൊന്ന് കരഞ്ഞ് കണ്ടാൽ മതി, ആങ്ങളെ ചത്താലും കുഴപ്പമില്ല, നാത്തൂൻ്റെ കണ്ണൂര് കണ്ടാൽ മതി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സമീപനങ്ങളൊക്കെ പല കുടുംബങ്ങളിലും പല സാഹചര്യങ്ങളിലും ഉയർന്നു വരാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ കരയണമെന്നാണോ, നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുതെന്നാണോ, എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവരെയൊക്കെ നേരിടാൻ വളരെ എളുപ്പമാണ്. അവരുടെ ലക്ഷ്യം എന്താണോ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുക. നിങ്ങൾ വേദനിക്കണമെന്ന് മറ്റൊരാളെ നിർബന്ധമായിട്ട് ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾ വേദനിക്കാതിരിക്കാൻ സ്വയം ശ്രമിക്കുക. നിങ്ങളുടെ കണ്ണീര് മറ്റൊരാൾക്ക് ആനന്ദം നൽകുന്നുണ്ട് എങ്കിൽ നിങ്ങളെ കരയാതിരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വയം കണ്ടെത്തുക, അതിനനുസരിച്ച് പരിശ്രമിക്കുക. ഇത് മാത്രമേ ഇത്തരക്കാരെയൊക്കെ നേരിടാനുള്ള